ഇപ്പം ഭഗവാൻ എന്ന് പറയുമ്പോൾ സാധാരണ വീട് എന്ന് മനുഷ്യന്റെ ആലയ, ഭഗവാന്റെ ആലയം അല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പൂജാമുറികൾ? പൂജാമുറി യഥാർത്ഥത്തിൽ ഈ 33 ദേവതകൾ എന്ന് പറഞ്ഞ വിഷ്വലൈസേഷനാ. അറിയാവുന്ന ഒരാളെ വിളിക്കുക, സ്ഥാനം കാണുക, ഒരു പ്ലാൻ വരയ്ക്കുക, പറ്റുമെങ്കിൽ ഇതിന്റെ ഒരു 3D ചെയ്യുക, നീ കിടക്കുന്നിടത്തോടെ ഒട്ടിച്ചു. 100% കറക്റ്റാ പറഞ്ഞത്. ക്ഷേത്രത്തിൽ പോണ എന്തിനാ? ഒരു പോസിറ്റീവ് ആലോചിക്കട്ടെ, ദർശനം നടത്താനാ. ഒറ്റ വാക്ക് പറഞ്ഞാൽ ദർശനം നടത്താൻ. അതായത് പറഞ്ഞാൽ വീട്ടിലെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും ഇത് ഏതെങ്കിലും ഈശ്വരന്മാരെ ദരിദ്രവാസി ഏരിയുണ്ടോ? അതേപോലെയാണ് ഈശ്വരനെല്ലാ സ്ഥലത്തുണ്ട്. അപ്പൊ പൂജാമുറിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് കിട്ടും. എന്നോടൊരു വാസ്തുശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞൊരു ചോദ്യമാണ് എനിക്കിപ്പോഴും ദഹിക്കാതെ എന്റെ മനസ്സിൽ കിടക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. 4 കെട്ടുകൾ പണിയരുത്. 4 കെട്ടുകൾ പണിതാൽ അത് ആ വീട് ക്ഷയിച്ചു. ഉദാഹരണമായി പറഞ്ഞത് പഴയ നായർ തറവാടുകൾ, കൊട്ടാരങ്ങളൊക്കെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, നല്ലതാണിത്. സത്യമാണോ? ഇത് 4 കെട്ട് പണിതുകൊണ്ടല്ല, അതിന്റെ കൃത്യമായ സയൻസ് പറഞ്ഞുതരാം. അതായത് വീടുകൾ നിർമ്മിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല ചേർന്നുണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് വലിയ സ്ഥലമാകുമ്പോൾ നടുക്കുകൊണ്ടിട്ട് അത് പണിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും തെക്ക് വശം കുറേ സ്ഥലം ഉണ്ടാവും. അതായത് പണ്ടുള്ള ഒരു മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് തെക്ക് ഭാഗം കുറെ വിടും. ആസ് എ റിസൾട്ട് ഈ 4 കെട്ടിൽ ഒരു തലമുറ നന്നായിട്ട് ജീവിക്കുക, അടുത്ത തലമുറ ഈ സ്വത്തിന് വേണ്ടി അടിയും പിടിയും കൂടുതലായിരിക്കും. ഇതെന്തുകൊണ്ടാണ് അടിയും പിടിയും കൂടുന്നത് വെച്ചാൽ സൗത്ത് കൂടുതൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ടോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്ന. അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല. പിന്നെ കുറച്ച് എന്താ പറയാ, വൈകിട്ട് എന്താ പരിപാടി, ഇതൊക്കെ അവിടെ സ്വാഭാവികമായിട്ട് തന്നെ വരുന്ന. ഇങ്ങനെയുള്ള കാരണങ്ങൾ വന്നതുകൊണ്ടാണ് 4 കെട്ടുകൾ നശിച്ചു പോയത്. അപ്പോ യഥാർത്ഥത്തില് 4 കെട്ടുകളുടെ ദോഷമല്ല, അതിന്റെ പുറമെയുള്ള സ്ഥലങ്ങളുടെ ക്രമീകരണോ ഇതിലൊക്കെ വരണ. പിന്നെ അതിലുള്ള ഒരു നിയമം കൂടിയുണ്ട്. 4 കെട്ടില് നടുമുറ്റം താഴ്ത്തുന്നു. അപ്പൊ അവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം പാലിക്കേണ്ടതുണ്ട്. അതായത് നടുമുറ്റം പുറമെയുള്ള മുറ്റത്തിനേക്കാളും താഴാൻ പാടില്ല. അതായത് അത് മുറം മാരുത്ത ഭൂമി എന്ന് പറഞ്ഞാൽ നടു താണിട്ടുള്ളത്. ഇപ്പൊ നടുമുറ്റം ഒരുപാട് താണു കഴിഞ്ഞാൽ അത് മുറം പാരുത്ത ഭൂമിയോ, അങ്ങനെയാണ് ദാരിദ്ര്യ ഫലം. അപ്പൊ ഇതില് ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാല് ഈ നടുമുറ്റം താഴ്ത്തുന്നത് എന്തിനാ? യഥാർത്ഥത്തിൽ താഴ്ത്തുന്നത് ഈ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് താഴ്ത്തുമ്പോ പുറമെയുള്ള മുറ്റത്തിനെക്കാട് താണുതാക്കരുത്. പകരം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മസ്ഥാനം എന്നാ പറയാ, ബ്രഹ്മസ്ഥാനം ഒഴിഞ്ഞു കിടക്കണം എന്നാ പറയാ. അപ്പൊ അവിടെ ഒരുപാട് താഴ്ത്താട് ചുറ്റുമുള്ള മുറ്റത്തിനെക്കാളും കുറച്ചൊരു 10 സെന്റിമീറ്റർ എങ്കിലും ഒരു 3 അങ്കുലം എന്ന് പറയും, അത് 9 സെന്റിമീറ്റർ എങ്കിലും മുകളിലേക്ക് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാവും. അപ്പൊ ഈ നിയമങ്ങൾ വരാണ്ട് വരുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞത് ഇതാകേണ്ടത്. 4 കെട്ട് ഉണ്ടാക്കുന്നതിനൊരു തെറ്റില്ല. അത് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്രജ്ഞനും പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പണ്ടുള്ള ഈ അടിമത്വം എന്ന് പറയുന്നത് വരുന്നത് ഈ നടു ഒഴിഞ്ഞു കിടക്കുന്നത് താണുപെടുന്നത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇത് പറയാൻ ഒരു റീസണും കൂടിയുണ്ട്. അതായത് ക്ഷേത്രങ്ങളുടെ വാസ്തു ഇവിടെയാണ് ഓപ്പോസിറ്റ് ആണ്. സെൻട്രൽ ലോഡിംഗ് ആയിരിക്കും ക്ഷേത്രത്തിന്റെ വാസ്തു. നേരെ കുറച്ച് വീടിന്റെ വാസ്തു ആകുമ്പോൾ സെന്റർ ലെവലാകുക എന്നാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ മഴവെള്ളം വീഴുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് താഴ്ത്തുന്നത്. അപ്പൊ ഈ താഴ്ത്തുന്നത് പുറമെയുള്ള മുറ്റത്തിന്റെ അത്ര താഴ്ത്താണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണാൻ പറ്റും, തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ ആന്ധ്രയിലെയൊക്കെ സിനിമകൾ കാണുമ്പോൾ അവരുടെയൊക്കെ വീടിന്റെ നടുമുറ്റത്ത് വലിയ വിശാലമായ തളങ്ങളായിരിക്കും. അവിടെ ചില പശുവിനൊക്കെ വളർത്തു വരും. അതെ. ഈവൻ രാജസ്ഥാനിൽ ഹവേലി എന്ന് പറയുന്നതും ഒക്കെ അത് തന്നെയാണ്. ഹവേലി എന്ന് പറയുന്നത് 4 കെട്ടാണ്. അത് തമിഴ്നാട്ടിലാകുമ്പോ തൊട്ടിക്കെട്ട് വീട് എന്ന് പറയും. എല്ലാം സെയിം. അവിടെയാണ് ഇവർ കുളിക്കാനുള്ളത്. നമ്മള് ഇതിനെ ഒരു ഭംഗിയാക്കി പറ്റുമെങ്കിൽ ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹവും അതൊക്കെ വെച്ചു, ഒരു തുളസിത്തറിയും ഒരു മുല്ലത്തറിയൊക്കെ. ഭഗവാന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ ഇത്തരത്തിൽ വെക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ യൂണിവേഴ്സിൽ തെറ്റായിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഓരോ കൺസെപ്റ്റുകളുടേതാണ്. ഇപ്പം ഭഗവാൻ എന്ന് പറയുമ്പോൾ സാധാരണ വീട് എന്ന് മനുഷ്യന്റെ ആലയ, ഭഗവാന്റെ ആലയം അല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പൂജാമുറികൾ? പൂജാമുറി മനുഷ്യന്റെ ഉള്ളിലുള്ള ഭഗവാനെ ഉണർത്താനാ. അപ്പൊ അവിടെ ഒരു നിയമം പറയുന്നുണ്ട്, ഒരടിയിനേക്കാളും കൂടുതൽ വിഗ്രഹങ്ങൾ പാടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡൈമെൻഷണൽ ഫോമിനാട്ടോ ഏറ്റവും റിസൾട്ട്. അതുകൊണ്ടാണ് ഫെങ്ഷുവിയിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെക്കണം, കൂടുതൽ റിസൾട്ടും വരുന്നത്. അപ്പോൾ അത് നല്ലതാണ്, പക്ഷെ അതിൻ്റെ ഒരു പരിധിയിൽ നിർത്താനാ പറയാ. ഇനിയിപ്പോൾ വലിയൊരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു ഡെക്കറേറ്റീവ് പീസായിട്ട് വെച്ചോളൂ, നോട്ട് ആൻ ഇഷ്യൂ. അതേ സമയത്ത് ഇത് കൊടുത്തു ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയും. ഭക്ഷണം കൊടുപ്പോൾ നമ്മളൊരു നായിനെ പോയിട്ടുണ്ട്, എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. പിന്നെ 2 ദിവസം നമ്മൾ ടൂറിന് പോയി,
തിരിച്ചു വരുമ്പോൾ ഈ ആദ്യ നായ ചാടിയിട്ട് ആരെയെ കടിക്കുക. നമ്മളെ കടിക്കും. അതായത് നമ്മളൊന്ന് പാലിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും അത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ഈ ഗണപതിയും കൃഷ്ണനെയൊക്കെ ഡെക്കറേറ്റീവ് ആയി പീസായിട്ട് ഇങ്ങനെ വെക്കണ കുഴപ്പമില്ല. നേരെ മറിച്ച് എന്നും നൈവേദ്യം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എങ്കിലും അവിടെ വെച്ചിട്ട് പോകണം. രക്ഷപ്പെട്ടു. വീട് നിറച്ച് കൃഷ്ണ വിഗ്രഹങ്ങളാണ്. നോട്ട് ആൻ ഇഷ്യൂ. നല്ലതാണ്. ഗണപതിയും കൃഷ്ണനും ഒക്കെ ഇപ്പോൾ നല്ല ഫാൻറ്റസീസാ. അതുകൊണ്ട് നോട്ട് ആൻ ഇഷ്യൂ. വെക്കണതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആചാരങ്ങൾ ചെയ്യുമ്പോൾ, അതായത് റിപ്പീറ്റഡ് കമാൻഡ്സ് എന്ന് സൈക്കോളജീൻ്റെ ഭാഷയിൽ പറയുന്നത്, അതായത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു സിസ്റ്റം ക്രിയേറ്റഡ് ആകുക. അപ്പം ഇതിനൊരു ചൈതന്യം വരും. അതിലൊരു രസമുണ്ട്. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ സന്ധ്യ ഇപ്പോൾ വിളക്ക് വെക്കില്ലേ ചന്തി, അത് പിന്നെ മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ദോഷമാണ്, അതുകൊണ്ട് ഞങ്ങൾ വിളക്കേ വെക്കില്ല. രണ്ടാമത്തെ നിലയിൽ പൂജാമുറി വെക്കുന്നുണ്ട്. ചന്ദനത്തിരി കത്തിക്കുകയാണ്. രണ്ടാമത്തെ നിലയിൽ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ താഴെ എത്തുമോ? ഇല്ല. താഴത്തെ നിലത്താണ് ചന്ദനത്തിരി കത്തിച്ചെങ്കിലോ മുകളിലും എത്തും, താഴെ എത്തും. ഇതുകൊണ്ടാണ് താഴെയാണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. സ്ഥലമില്ലാത്തവരെന്ത് ചെയ്യും? നോട്ട് ആൻ ഇഷ്യൂ. ഈശ്വരൻ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഈശ്വരൻ ഇപ്പൊ കാറ്റെല്ലാ സ്ഥലത്തും ഉണ്ട്. എന്നിരുന്നാലും കാറ്റ് കിട്ടണമെങ്കിൽ ഫാനിന്റെ അടുത്തേക്ക് വരണം. അതേപോലെയാണ് ഈശ്വരൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ പൂജാമുറിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് കിട്ടും. അത് മേലെയാണെങ്കിൽ ഈ പ്രായം ചെന്നവർക്കൊക്കെ മുകളിൽ പോയിട്ട് അസ്ലാം വലൈക്കും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരെ അടുത്ത് താഴെ തന്നെയാണെങ്കിൽ കണ്ടിട്ട് ഈശ്വര എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. ആ ഒരു ഇതിനാണ് താഴെയാണെന്നാണ് നല്ലത് എന്ന് വെച്ചിട്ട് മോശമൊന്നുമില്ല. താഴെയാണ് കുറച്ചുകൂടി അതുമായിട്ട് ഊർജ്ജമായിട്ട് ഒത്തിണങ്ങ്. ഈ തുളസിത്തറ നിർമ്മിച്ചാൽ അത് പാലിക്കേണ്ട ആചാരങ്ങൾ എന്തെങ്കിലും? കഴിയുന്നതും ആചാരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതായത് ഈ പാലിക്കലാണ് പ്രോബ്ലം. ആരംഭശൂരത്തൊക്കെ ആയിട്ട് ഉണ്ടാക്കും, പിന്നെ അത് പാലിക്കലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു നിയമവും ഇല്ലാണ്ട് നേരത്തെ പറഞ്ഞല്ലോ, ആ സമയത്ത് സ്ഥാപിക്കുന്ന സമയത്തുള്ള കൺസെപ്റ്റ് എന്താണോ അത് വളരെ ഫ്രീ ആയിട്ട് ആക്കുകയാണ്. ഒരു പ്രശ്നമില്ല. വെറുതെ ഒരു ഷോ ആയിട്ട് അത് കണ്ടാൽ മതി. എന്നിട്ട് അത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ചെയ്തോളൂ. പക്ഷെ റിപ്പീറ്റഡ്ലി എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അതൊരു ആചാരം. അപ്പം അത് ശരിക്കും ഇതിലെ സിസ്റ്റം എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ ഈ കണ്ടില്ലേ, നോർത്തിലൊക്കെ കണ്ടില്ലേ, ഗണപതി വലിയ ഗണപതിൻ്റെ ഭഗവാനൊക്കെ ഉണ്ടാകും, അടിപൊളി ഭംഗിയുള്ളതായിരിക്കും. എന്നിട്ട് അത് 3-ാം ദിവസം കൊണ്ട് ഒഴുകിക്കളയും. അപ്പോൾ അതെന്തിനാ ഒഴുകിക്കളയുന്നത്? അപ്പോൾ അതിൽ കൺസെപ്റ്റ് ഇതാണ്, നമ്മളിലുള്ള ഊർജത്തിൻ്റെ ഒരു 16 അംശം എടുത്തിട്ട് ഭഗവാനിലോ എല്ലാം ഇതാക്കി അതിന് വേണ്ട വെള്ളവും പൂവൊക്കെ കൊടുത്ത് അതിനെ എനർജറ്റിക് ആക്കി അതിന് ശേഷം അത് തിരിച്ചാവാഹിക്കുക. ഓക്കെ. അപ്പം ഈ മീഡിയ ഫ്രീ ആയി അല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഈശ്വരനൊക്കിടയിലൊന്നും കുഴപ്പമില്ല. ഓക്കെ. അതാണ് അതിൻ്റെ ശരിയായ കൺസെപ്റ്റ് കേട്ടോ. അപ്പം അത് അറിയാത്തത് കൊണ്ട് എന്താ വീട്ടിലെല്ലാ ദിവസവും ഇതുണ്ടാവും. പിന്നെ അമ്പലത്തിൽ പോയി വന്നാൽ അതിൻ്റെ ബാക്കിയുള്ള ചന്ദ്രൻ അവിടെ കൊണ്ടുവെക്കും അല്ല പറയണത്. അല്ല അതല്ല. അപ്പം ആ കൺസെപ്റ്റ്സിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മുടെ സങ്കല്പം വെക്കുക എന്ന് പറയും. നമ്മൾ ഇതല്ല സങ്കല്പം, അത് അവിടെ ഇരിക്കട്ടെ എന്നുള്ള സങ്കല്പത്തിലാണെങ്കിൽ അതിനകത്ത് പ്രശ്നമില്ല. നല്ല ആചാരപരമായി വിശ്വാസപരമായി വിളക്ക് വെച്ച് ആദരിക്കുകയാണെങ്കിൽ അത് എല്ലാ ദിവസവും ചെയ്തു പോകും. അതാണ് there should be a contract എന്നാണ്. അപ്പൊ അത് എല്ലാത്തിനും ഉണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് മനസ്സിനെ അടിക്കും 100%. ഈ ഇന്ത്യയിലുള്ളൊരു ഇതിൻ്റെയൊക്കെ ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ. യഥാർത്ഥത്തിൽ ഈ ഭക്തി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള, ഇപ്പൊ യൂറോപ്യൻസ് പറയുന്ന വിഷ്വലൈസേഷൻ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ 33 കോടി ദേവതകൾ എന്ന് പറഞ്ഞ വിഷ്വലൈസേഷനാ. ഇപ്പൊ ഒരു കുട്ടിയുടെ ആവശ്യം എന്താണ്? വിദ്യ. അപ്പൊ വിദ്യ എന്ന് പറയുന്നതിന് രൂപമുണ്ടോ? ഇല്ല, രൂപമില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആചാര്യന്മാർ ഒരു യാ കുന്ദേന്ദു തുഷാരഹാരതവള, യാ ശുഭ്രവസ്ത്രാവൃത, യാ വീണ അവരദണ്ഡ പണ്ഡിതകര, യാ ശ്വേത പത്മാസന. ആര് വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, ആരെ കയ്യിൽ വീണയുണ്ടോ, ആരെ കയ്യിൽ മക്കളെ ഇതിനെ പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് അറിവ് വരും. അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ ഫോംലെസ്സിന് ഫോം ആകുകയാണ്. നമ്മളെ ഈ സബ് കോൺഷ്യസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതെന്ന് അറിയാം. ഇപ്പൊ ഞാൻ പറയാണ് ചക്ക എന്ന് വന്നു, റെയിൽവേ സ്റ്റേഷൻ, അച്ഛൻ, ചായ, അതായത് രൂപം, നാമം, ഇങ്ങനെയാണ് സ്റ്റോറി. അപ്പൊ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതിന്റെ കൃത്യമായിട്ടുള്ള വിഷ്വൽ ഉണ്ടാക്കി വ്യക്തമായിട്ട് റിപ്പീറ്റഡ്ലി നമ്മളെ മൈൻഡിൽ കൊടുക്കുകയാണ്. ഈസി ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക. ഇതേ കുട്ടി വലുതായി കഴിഞ്ഞാൽ ലക്ഷ്മിക്കുട്ടി മാത്രം പോരല്ലോ, അല്ല ലക്ഷ്മിക്കുട്ടി വേണമല്ലോ, സരസ്വതി മാത്രം പോരല്ലോ. അപ്പൊ എന്താ അംഗം ഹരേ, ചുവന്ന വസ്ത്രമായി, പുളകഭൂഷണം, അപ്പൊ ചുവന്ന താമരയായി. അതായത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി രജസിക്കായാലേ പൈസ വരുള്ളൂ. ഒരു അദ്വൈതം പറഞ്ഞാലൊന്നും പൈസ വരില്ല. അപ്പം എന്താ കുറച്ചുകൂടി എനർജറ്റിക് ആണ് രജസ്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത വീട്ടിലെ രാഘവേട്ടൻ ഉണ്ട്, മതിൽ കെട്ടിച്ചിട്ട് ഇപ്പുറത്തേക്ക് കെട്ടിയിട്ട്, അപ്പോൾ നമ്മളെ രാഘവേട്ടനല്ലേ പോട്ടെ എന്ന് പറഞ്ഞിരിക്കുമോ? അപ്പോൾ നല്ല കാളിക്കുട്ടി വേണം.
അതായത് 30 മുക്കോടി ആവശ്യങ്ങളുടെ വിഷ്വലൈസേഷനാണ് യഥാർത്ഥത്തിൽ 30 മുക്കോടി ദേവതകൾ. ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം എല്ലാ ഇതിലും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഇസ്ലാമിൽ പറയുന്ന രൂപമില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഹിന്ദുവിലും. ഈശ്വരൻ എന്ന് പറഞ്ഞ നിർവികൽപ്പം, നിരാകാരം, സകല ലോകം, സകല ബ്രഹ്മാണ്ഡ വ്യാപ്തം, അന്തർജ്യോതി സ്വരൂപം. അതായത് ഒരു ജ്യോതിയായിട്ട് തന്നെയാണ് അത്. ഒരു ഇതൊന്നുമില്ല, ഈശ്വരന് രൂപമൊന്നുമില്ല. അതേ തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പരിശുദ്ധാത്മാവിന് രൂപമില്ലല്ലോ. അതാ പറയുക, എല്ലാ കൺസെപ്റ്റൊക്കെ ഒന്നാണ്. പിന്നെ നമ്മൾ ഇതിൽ അത് കുറച്ചുകൂടി അത് ടെക്നിക്കലി യൂസ് ചെയ്യാണ്. തന്ത്രമാണ് ഇവിടെ കേരളത്തില്. ബാക്കിയുള്ളതൊക്കെ വേദികളാകുമ്പോൾ ഇവിടെ താന്ത്രിക്സാണ്. അത് ടെക്നിക്കായിട്ട് യൂസ് ചെയ്യലാണ്. അതാണ് അതിൻ്റെ. ഈ സങ്കല്പം വെക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഭഗവാന്മാരുടെ സങ്കല്പങ്ങൾ മനസ്സിൽ വെക്കുന്നത് പോലെ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പൊ അടുത്തിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, എടാ 10-30 വയസ്സായി, വീട് വെക്കാൻ പറ്റിയിട്ടില്ല, വസ്തു വാങ്ങിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നീ വീട് പണി തുടങ്ങും. ഞാൻ പറഞ്ഞു, നിന്നെന്ത് പറയുന്നത്, ലോണായിട്ടില്ല. ഞാൻ വീട് പണി തുടങ്ങ്. എങ്ങനെ തുടങ്ങണം? ഞാൻ പറഞ്ഞു, അറിയാവുന്ന ഒരാളെ വിളിക്കുക, സ്ഥാനം കാണുക, ഒരു പ്ലാൻ വരയ്ക്കുക, പറ്റുമെങ്കിൽ ഇതിന്റെ ഒരു 3D ചെയ്യുക, നീ കിടക്കുന്നിടത്ത് കൊണ്ട് ഒട്ടിച്ചു വെക്കുക. 100% കറക്റ്റാ പറഞ്ഞത്. ഇത് ഒട്ടിച്ചു വെക്കുക, എന്നിട്ട് പറ്റുമെങ്കിൽ പിന്നെ വാനം തോണ്ടാനോ കുറ്റിയടിച്ചും വെക്ക്, നടക്കും. സീരിയസ്ലി എന്റെ വീട് പണി നടന്നിരിക്കും. എന്റെ വീട് പണി ഞാൻ ആരംഭിക്കുന്നത് എന്റെ 24-ാമത്തെ വയസ്സിലാണ്. 22-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ വസ്തു വാങ്ങുന്നത്, ഈ വീട് വെക്കാനുള്ള വസ്തു വാങ്ങുന്നത്. വസ്തു വാങ്ങുന്നത് ഒരു പ്രത്യേക സാഹചര്യം, ഒരു വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു. വസ്തു വാങ്ങുന്നു, വളരെ ബുദ്ധിമുട്ടി. അന്ന് എൻ്റെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല. 24 വയസ്സാണ്. എങ്ങനെ ഈ വീട് പണിയൊന്നും എനിക്കൊരു വിശ്വാസമില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബാംഗ്ലൂരുള്ള ഒരു ആർക്കിടെക്റ്റാണ്. പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പ്ലാൻ വേണം. അപ്പം പുള്ളി പറഞ്ഞു, എടാ വസ്തുവിൻ്റെ അളവ് ഞാൻ അടുത്ത് അയച്ചു തരാം. ഞാൻ തന്നെ വസ്തുവിന്റെ ചുറ്റളവും നീളവും വീതിയും കിഴക്കും ദിക്കും ഒക്കെ അയച്ചു കൊടുത്തു. പുള്ളി എനിക്ക് പ്ലാൻ വെച്ചപ്പോൾ എന്നോട് ചോദിച്ചു, എത്ര സ്ക്വയർ ഫീറ്റ് വരയ്ക്കണം? ഞാൻ പറഞ്ഞൊരു 3500 സ്ക്വയർ ഫീറ്റ് വരയ്ക്കണം. വണ്ടർഫുൾ. അപ്പൊ പുള്ളി ചോദിച്ചു, എടാ 3500 സ്ക്വയർ ഫീറ്റ് പണിയാൻ എത്ര രൂപ വേണം? അവിടെ അത്രയും പറ്റും. 3 നിലയിലായിട്ട് 3500 സ്ക്വയർ ഫീറ്റ് വീട് വരയ്ക്കാം. എനിക്ക് വേണ്ടുന്ന റിക്വയർമെന്റ് ഇതാണ്. എനിക്ക് അതിനകത്ത് ഒരു വലിയ ലൈബ്രറി വേണം, എനിക്കൊരു ബാറ് വേണം, 3 ബെഡ്റൂമുകൾ വേണം, ഇത്ര സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞു. പക്ഷെ വീട് വെച്ചപ്പോൾ ഇതൊന്നുമില്ല. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, എന്റെ ആഗ്രഹമാണ്. ഞാൻ ഇതിന്റെ 3D എന്റെ സുഹൃത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്റെ ഫോണിൽ സ്ക്രീൻ സേവർ ആക്കി വെച്ചു. ഞാനത് പണി തീർത്തപ്പോ എന്റേതായ രീതിയിൽ അത് 2000 സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഞാൻ ചുരുക്കി. കാരണം നേരത്തെ പറഞ്ഞ ലക്ഷ്മിക്കുട്ടി വരുന്നതനുസരിച്ച് അല്ല അത് ഇതെന്താണെന്ന് പറയാം, അത് അതുപടി തന്നെ വരും. അതാണ് നമ്മൾ അതിലുള്ള ആ കോൺസെൻട്രേഷൻ ആണത്. അല്ല ഞാൻ ഇപ്പം താങ്കളാണ് എന്റെ ഗസ്റ്റ് എങ്കിലും ഞാനത് പറയാതെ, ഈ ഒരു വേദിയിൽ എനിക്കത് പറയാതെ പോകാൻ പറ്റത്തില്ല. അതൊരു മോട്ടിവേഷൻ ആയിട്ട് ആരെങ്കിലും എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. 100% ഇതാണ് അതിന്റെ സിസ്റ്റം. ഇനി വീട് പണി തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ അവന് കൊടുത്തൊരു ഉപദേശം എന്ന് പറഞ്ഞില്ലേ, ഞാനൊരു ദിവസം ഈ വസ്തു എല്ലാം വാങ്ങി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കസിന്റെ വീട്, അവരുടെ വീട്ടിൽ കുറെ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വാസ്തുശാസ്ത്രക്കാരനെ കൊണ്ട് നോക്കിക്കണം എന്ന് ഒരാൾ പറഞ്ഞു. ഞാനങ്ങനെ പ്രിയങ്കരനായ നാട്ടിലുള്ള ഒരു വാസ്തുശാസ്ത്ര പേര് കേട്ട ഒരു പയ്യൻ, എൻ്റെ പ്രായമായിരിക്കാം, ഇയാളെ വിളിച്ച് അവിടെ പോയി. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഇത് കന്നിമൂലയിലാണ് അടുക്കള, മാറ്റണമെന്ന് പറഞ്ഞു. കുറെ കറക്ഷൻസ് പറഞ്ഞു, പുള്ളി തന്നെ ഏൽപ്പിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഈ വസ്തു ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഈ വസ്തുവിൽ വീട് വെക്കാൻ പറ്റില്ല. ഈ വസ്തു വീട് പോയില്ലേ, കയ്യിലിരുന്ന പൈസ കൊടുത്ത് വസ്തു വാങ്ങി ചുറ്റും കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിർത്തിയേക്കാം. പക്ഷെ ഞാൻ കുറെ പേരെ കണ്ടു, കുറെ ജോത്സ്യന്മാരെ കണ്ടു, വേറെ അപ്പൊ ഇവരെല്ലാവരും എനിക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്നു. ഇവർ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കണ്ടിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, വീട് പണിയാം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആ വാശിയിൽ ഒരു കിണർ ഒഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ കിണർ ഒഴിക്കാൻ വേണ്ടി ഒരു തച്ചുശാസ്ത്രക്കാരനെ കൊണ്ടുവരുന്നു. ഒരാശാരിയാണ്, അദ്ദേഹം സ്ഥാനം കാണുന്നു. സ്ഥാനം കണ്ടപ്പോൾ പുള്ളിയോട് ഈ പ്ലാൻ കൊടുക്കുന്നു. അപ്പം അച്ഛനോട് അച്ഛന് വയ്യാതിരിക്കണം. അച്ഛൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുറ്റിയം കടിക്കാം. അച്ഛൻ്റെ ഒരു തീരുമാനമാണ്, കുറ്റിയം കടിക്കാം. അപ്പം കൂടെ എന്നവരെല്ലാവരും കൂടി കുറ്റി അടിച്ചു, കയറൊക്കെ വലിച്ചു കെട്ടി. ഞാൻ എങ്ങോട്ടോ പോയി. തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഈ കുറ്റി അടിച്ചിട്ട് അത്രയും ഭാവം അച്ഛനൊരു ഹിറ്റാച്ച് വിളിച്ച് മാന്തി ഇട്ടേക്കാം, ഫൗണ്ടേഷൻ മാന്തി ഇട്ടേക്കാം. പിന്നീട് ഞാൻ അച്ഛനോട് ചോദിച്ചാൽ, ഇത് പണി പൈസ അതൊക്കെ എങ്ങനെയൊക്കെ നടക്കൂടാ, ഇത് തുടങ്ങും. 100% അന്ന് തന്ന എനർജിയാണ് ഫൗണ്ടേഷൻ ബേസ്മെന്റ് കല്ലിൽ പണിയുന്നതിന് പകരം കുട്ടിപ്പില്ലറിലും ബീമിലും തീർത്ത്. കാരണം എന്റെ മനസ്സിൽ 3500 സ്ക്വയർ ഫീറ്റ് പണിയാണെന്ന് വണ്ടർഫുൾ. ഞാൻ തന്നെയാണ് എന്റെ എഞ്ചിനീയർ. അല്ല ഇതെന്താണെന്ന് അറിയോ, ശരിക്കും സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ വീട്. അതുകൊണ്ടാണ് വീട്ടിൽ എന്തെങ്കിലും എന്തോ പ്രശ്നം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. യഥാർത്ഥത്തില് യത് പിണ്ടേ തത് ബ്രഹ്മാണ്ടേ എന്ന് പറയും. ഈ പിണ്ടം എങ്ങനെയാണോ അതുപോലത്തെ ഒരു ബ്രഹ്മാണ്ട ക്രിയേറ്റഡ് ആകുക. എന്തുകൊണ്ടങ്ങ് 3500 എന്ന് പറഞ്ഞു? കാരണം അതാണ് അങ്ങയുടെ ഉള്ളിലുള്ള ആ ഒരു വ്യാപ്തിയാണത്. അപ്പൊ അതുമാതിരി തന്നെ വരും, ഇനിയും അത് വരും.
അല്ല ഞാനത് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങി ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പിട്ട് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചത് എന്നോട് ചോദിച്ചു 4-8 മണിയോ. സീരിയസ്ലി ഞാൻ എന്റെ പ്ലാനാണ്. 100% അത് നടക്കും. ഞാൻ മെനഞ്ഞാന്നും ഭാര്യയുമായിട്ട് തർക്കിച്ചു. കാര്യം ഭാര്യ കുറെ വീട് കാണിച്ചിട്ട് പറഞ്ഞു ഇത് ട്രഡീഷണൽ ആണ്. ഇതല്ല എനിക്ക് വീട് പണിയുന്നതിന്റെ മുകളിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ല 500 സ്ക്വയർ ഫീറ്റ് ഒരു ഫ്ലോർ ഒറ്റയ്ക്ക് വേണം, സ്റ്റുഡിയോ ചെയ്യാൻ വേണ്ടി വേണം. പക്ഷെ ഇത് കാണുമ്പോൾ 4 കെട്ടായിരിക്കണം. ആക്ച്വലി ഞാൻ ഒരു പ്രോപ്പർട്ടിയിൽ അതിന് വേണ്ടുന്ന മണ്ണിന്റെ പണികൾ തുടങ്ങി കഴിഞ്ഞു. പണിയാൻ പൈസ കണ്ടുവെച്ചോണ്ടല്ല, അല്ല പൈസ വരിക ചെയ്യുക. അതെന്താണെന്ന് വെച്ചാല് ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹര. ചോദ്യം അതാണ്, വാട്ട് യു വാണ്ട്, തും ക്യാ ചാത്തേ ഹോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞു 100% അത് നടക്കും. 2009 ഞാൻ പഠിച്ചത് ഡിഗ്രി പഠിക്കുന്ന സമയം കോയമ്പത്തൂരിലെ ഹിന്ദുസ്ഥാൻ കോളേജിന്റെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് മുറിയിൽ എന്റെ കൂട്ടുകാരൻ എഴുതിയ പേരാണ് ഈ അബാക്ക് എന്നുള്ളത്. അവനിട്ട പേരാണ്. നമ്മുടെ ഗ്രൂപ്പിന് ഒരു പേരുണ്ടാവുമല്ലോ ആ പേര്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു അറിയോ, അന്ന് എടുത്തിട്ട് എന്റെ പേരങ്ങ് മാറ്റി രോഹിത് എസ്. അന്ന് എന്റെ ഓർക്കുട്ടും ഫേസ്ബുക്കും രോഹിത് ശശിധരൻ നായർ എന്നായിരുന്നു ഞാൻ എന്റെ പ്രൊഫൈൽ. ഞാനത് മാറ്റിയിട്ട് രോഹിത് അബാക്ക് എന്നാക്കി. വണ്ടർഫുൾ. 10-15 വർഷങ്ങൾക്ക് ഇപ്പുറം ആ പേരിൽ ഒരു സ്ഥലം. ഈ അടുത്ത സമയത്ത് അന്ന് പഠിച്ച കൂട്ടുകാരെല്ലാം കൂടി ഞങ്ങളൊന്ന് കൂടി പാലക്കാട് കൂടിയ സമയത്ത് അവർ പറഞ്ഞു, അന്ന് നമ്മളിത് തമാശയായിട്ട് എടുത്തൊരു സാധനം നീ അത് ഇവർക്ക് നമ്മുടെ ഒരു കൂട്ടുകാർക്ക് താല്പര്യമുള്ള ഒരു മേഖലയിലോടല്ല നമ്മൾ പോകുന്നത്. പക്ഷെ ഇവരുടെ വീട്ടുകാരൊക്കെ നമ്മുടെ ചാനലുകൾ കാണുന്നു. അപ്പോ അന്ന് എഴുതിയിട്ട സാധനത്തെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നതുകൊണ്ടാണ് നമുക്കതൊരു സ്ഥാപനം. 100%. ഇതിലൊരു നല്ല മനോഹരമായ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അങ്ങ് എഴുതിയിട്ടു. എഴുതലിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നാമങ്ങളൊക്കെ എഴുതാൻ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ മനസ്സ വാച കർമ്മണ ഈ 3 ആക്ഷനേ നമുക്കുള്ളൂ. അപ്പോൾ ഈ എഴുതൽ വരുമ്പോൾ ഈ 3 നടക്കുക. മനസ്സ വാച കർമ്മണ അത് കണക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് വന്നിരിക്കും. പിന്നെ ഇത് ഈ സബ്ജക്റ്റ് വന്നുകൊണ്ട് പറയട്ടോ, മനുഷ്യൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് 2 തരത്തിലാണ്. വൺ ഈസ് കോൾഡ് ആക്സിഡൻസ്, അതായത് ആകസ്മികമായിട്ട് ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു ഒക്കെ ആയിട്ട് ചേഞ്ച് ആവും. രണ്ടാമത് പറയുന്നത് റിപ്പീറ്റഡ് കമാൻഡാണ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ്ലി എന്താണോ ഇതാകണം അത് തന്നെയാണ് അങ്ങനെയാണ് ആകുക. അപ്പോൾ അതെന്താണ് ഇപ്പോൾ ഈ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധിത. അതായത് ഉത്തിഷ്ഠത എഴുന്നേൽക്കൂ, ഉണരൂ, എഴുന്നേൽക്കൂ, പ്രാപ്യ വരാൻ നിബോധിത, അത് നേടുന്നവരെ അതിനെ പിന്തുടരൂ, പെർസ്യൂ പെർസിസ്റ്റൻ്റ്ലി. അതായത് അതെന്താണോ വേണ്ടത് അതിനെ പിന്തുടരുക. അപ്പൊ അന്ന് ചെറുപ്പത്തിൽ അതിലുള്ള ഒരു കോർട്ടിന് അതിനെ പിന്തുടർന്നു. അതാണ് നമുക്ക് എന്തൊക്കെ വേണം അത് പ്രപഞ്ചം അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത് ഒറ്റ കാര്യം നോക്കണ്ടേ ഉള്ളൂ. ശ്രീനാരായണൂര് പറഞ്ഞ കാര്യം എന്താ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും ആത്മസുഖത്തിനായി വരണം. നമ്മളതുകൊണ്ട് വേറെ ആർക്കും പ്രശ്നം ഉണ്ടാകും. അതാണ്. അപ്പൊ ആ ഒരു ഇത് വന്നു കഴിഞ്ഞോ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും. നേരെ മറിച്ച് എല്ലാവരുടെ ആണോ അതിന് അതൊക്കെ പ്രോബ്ലംസ് വരും. അതാണ് ഇപ്പോൾ ഉസാമ ബിൻ ലാദൻ ടെററിസ്റ്റിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ടെറർ ഉണ്ടാക്കുക എന്നാ. അദ്ദേഹം വിജയിച്ചു, മറ്റുള്ളവർക്ക് ഉപദ്രവമാണല്ലോ. പക്ഷെ ബാക്കിയുള്ളവർക്ക് അതിനെ കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വന്നു. ഇത് തന്നെയാണ് ക്ഷേത്രത്തിന്റെ സാധനം. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും റിപ്പീറ്റഡ്ലി ഒരു ഇതാണ്. ക്ഷേത്രത്തിൽ പോണ എന്തിനാ? ഒരു പോസിറ്റീവ് ദർശനം നടത്താനാ. ഒറ്റ വാക്ക് പറഞ്ഞാൽ ദർശനം നടത്താൻ. അതായത് പറഞ്ഞാൽ വീട്ടിൽ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും ഇത് ഏതൊക്കെ ഈശ്വരന്മാരെ ദരിദ്രവാസി ഏരിയ വേണ്ടിയിട്ടുണ്ടാവും. എല്ലാ ആഭരണങ്ങളൊക്കെ ഇട്ട് സമൃദ്ധിയിലായി. പഴനിയില് ആണ്ടിയായിട്ടുണ്ട്, ആണ്ടി രൂപം ഉണ്ട്. എന്നിരുന്നാലും അങ്ങനെയല്ല. അത് അങ്ങ് പറഞ്ഞൊരു പോയിന്റാണ്. പക്ഷേ പഴനിയിൽ ആണ്ടിയാണെങ്കിലും വിദ്യ കൊണ്ട് സമൃദ്ധിയിലാണ്. അർമുഖനാണ്, 6 വേദങ്ങളുടെ അധിപനാണ് മൂപ്പര്. പറയണത് ഈ സമൃദ്ധി എന്നുള്ളത് വിഷ്വൽ കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താ, അവിടെ പോയി എന്താ മണിയൊക്കെ അടിക്കുന്ന ശബ്ദം ഉണ്ടാവും, അപ്പോൾ ചെവിട് സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ അവിടുന്ന് എന്താ നല്ല മണം ഉണ്ടാവും, അപ്പോൾ മൂക്ക് സാറ്റിസ്ഫൈ ആയി. പിന്നെ അവിടുന്ന് കുറച്ച് പ്രസാദം കിട്ടും, അപ്പോൾ കയ്യിലൊന്ന് തൊട്ടു, പിന്നെ അതൊന്ന് കുടിച്ചു, അപ്പോൾ നാവ് സാറ്റിസ്ഫൈ ആയി. ഒരു ചന്ദനം തൊട്ട് സ്പർശനം, അങ്ങനെ നമ്മൾ 5 സെൻസസും സാറ്റിസ്ഫൈ ആകാനും ഈശ്വരന്റെ ദർശനം നടത്താനും ആയിട്ടാണ് അമ്പലത്തിൽ പോണത്. എന്നോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഈ മനസ്സുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കരുതെന്ന് പറയും. എൻ്റെ ഭാര്യ പറയും, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ പറയും, എല്ലാവരും പറയും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നടന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ സിദ്ധാന്തം അല്ല. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അത് ഭാര്യ പറഞ്ഞത് തള്ളിക്കൂടാ. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ചിലവർ അത് ഉണ്ടാക്കി വരുമ്പോൾ എന്താവും,
മറ്റൊരു ഇവൻ എങ്ങനെ നടന്ന് നമുക്ക് അറിയാലോ. അപ്പൊ ഇതൊരു ബാഡ് ഓമൻ എന്ന് പറയും. അതായത് എന്ന് പറഞ്ഞാൽ കണ്ണ് പറ്റുക പറയുന്ന കിട്ടിയില്ലേ. പക്ഷേ ഞാനതിനെ കാണുന്നത് എങ്ങനെയാണെന്നറിയാം, എന്റെ ഒരു സിദ്ധാന്തമാണ്. എനിക്കൊരു സെയിൽസ് ട്രെയിനിങ്ങിൽ കിട്ടിയ ഒരു സാധനം, നിങ്ങളുടെ ഗോളുകൾ, എന്നോട് ട്രെയിനർ പറഞ്ഞാണ്, നിങ്ങളുടെ ഗോളുകൾ പറയണം, 10 പേരോട് പറയണം. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു മാസം കഴിയുമ്പോ ഇത് നടന്നില്ല എന്ന് വെച്ചോ, നടന്നില്ല. ഞാൻ ഇപ്പൊ പറയാണ്, ഞാൻ ഇന്ന് പറയാണ്, ഞാൻ അടുത്ത മാസം BMW കാർ വാങ്ങുന്നു, ഞാൻ എന്റെ ഓഫീസിലെ 10 പേരെ BMW കാർ മേടിക്കാൻ പോകട്ടോ എന്ന് പറയും. ഒരു മാസം കഴിയുമ്പോ ഇവര് നമ്മൾ കയറി വരുമ്പോ കാർ മേടിക്കാൻ പോയതാ, അവരുടെ മനസ്സിലത് തോന്നും എന്ന് എനിക്ക് തോന്നുമല്ലോ. അപ്പൊ എന്താ പറയും, ഞാൻ പറഞ്ഞു പോയി, ഇത് എനിക്ക് മേടിക്കണം. അതാണ് ഈ നെഗറ്റിവിറ്റിയിലെ പോസിറ്റിവിറ്റിയാണ് വരുന്നത്. ഇതിന്റെ എന്താണെന്ന് അറിയാം, ഓരോ വാക്കുകൾക്ക് ഓരോന്നിനും ഉണ്ട്. ഇപ്പൊ പച്ചമാങ്ങ, പുളിപ്പുള്ള പച്ചമാങ്ങ, പൈല് വെള്ളം വന്നു. ഞാൻ വെറും 2 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, പച്ചമാങ്ങ, പുളിപ്പുള്ള പച്ചമാങ്ങ. പക്ഷെ നമ്മളൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ഓരോ ആളുകളിലും ഓരോരോ കെമിക്കൽ ആക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് പറയണതാണ് വെച്ചാൽ പറഞ്ഞ് നടക്കണത് നല്ലതാണ്. പക്ഷേ നമ്മള് പോസിറ്റീവായിട്ട് എടുക്കുന്ന മാതിരി തന്നെ അങ്ങനെ നെഗറ്റീവ് വേവ്സും നമ്മൾ അടുക്കാണ്ടിരിക്കാനാണ് ആളുകൾ പറയുന്നത്. എല്ലാവരുടെ അടുത്തും പറയുന്നത് പ്രൊട്ടക്ഷൻ എടുക്കുക, അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ സമൃദ്ധി നമ്മൾ ആസ്വദിക്കുക, നമ്മൾ എന്താ രാജാവായി ജീവിക്കുക. നാട്ടുകാരൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായി. അപ്പൊ എന്താ ചിലവർക്കൊക്കെ ഒരു കണ്ണേടിയൊക്കെ വരും. ഇതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും അറിയിക്കേണ്ട, നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ഈ നമുക്കിപ്പോ നിലവിൽ 6ഓളം ചാനലുകളുണ്ട്. ഈ 6 ചാനലുകൾ തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, നമ്മളിനി തുടങ്ങാൻ പോകുന്ന ഇന്ന ചാനലാണ്. ഞാനിപ്പോ മെസ്സേജ് ഇട്ട 7ാമത്തെ ചാനൽ തുടങ്ങിയിട്ടില്ല, പക്ഷെ തുടങ്ങണം. കാരണം ഞാൻ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഈ മാസം അവസാനം നമ്മൾ തുടങ്ങി. ഒരു പ്ലാനും ഇല്ല, പക്ഷെ നമ്മൾ. അപ്പൊ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാം, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കോറിയിടുക, ചിത്രങ്ങളാക്കി വെക്കുക, എഴുതിയിടുക, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് പോകുക. Thank you very much.